ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നും വീട്ടിലുള്ള ഒരു സാധാരണ ഒരു ദിവസമാണ്. ഇത് ക്ലീനിങ് ഉണ്ട്, 2 ദിവസത്തെ വിശേഷങ്ങളും ഉണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായി കാണുക. കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത്, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് പിന്നെ ഹംദനെ സ്കൂളിലയച്ച് വീട്ടിലെ പണിയെല്ലാം ഒരുങ്ങിയതിൻ്റെ ശേഷം ഞങ്ങളൊരു 11 മണി ആ ഒരു ടൈമിലേക്ക് ഇരിട്ടിയിലേക്ക് പോകുന്നതാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട്, പിന്നെ സാധനം വാങ്ങാനുണ്ട്, അല്ലറ ചില്ലറ അങ്ങനെ ചെറിയ ആവശ്യങ്ങളെല്ലാം ആയിട്ട് പോകുന്നതാണ്. പിന്നെ ഹോസ്പിറ്റലിൽ പോയ വീഡിയോ ഞാൻ കൂടുതലായിട്ടൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി കുറച്ച് സാധനമെല്ലാം വാങ്ങാനുണ്ട് നാട്ടിലെ. അങ്ങനെ അതെല്ലാം ഉമ്മാക്ക് വേണ്ടുന്നതെല്ലാം ഉമ്മ നോക്കിയെടുക്കുന്നുണ്ട്, വെജിറ്റബിളും അങ്ങനെ കാര്യങ്ങളെല്ലാം. പിന്നെ എനിക്ക് അതൊക്കെ ഒന്ന് രണ്ട് സാധനം എടുക്കാനുണ്ട്, അതെല്ലാം നോക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് തന്നെ ഏകദേശം 1 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ സാധനം എടുത്തിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഹംദ വരുമ്പോഴേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ലേറ്റ് ആയി പോവല്ലോ. അങ്ങനെ അങ്ങനെ ഉമ്മ ഓരോന്ന് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സാധനം കണ്ട, ഇതിന് പത്താസ് അങ്ങനെ എന്തോ ആണ് പറയുക. ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഇത് കുറച്ചെടുക്കാൻ. എനിക്കിങ്ങനെ വേവിച്ച സാധനമെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഉള്ള വേവിച്ചെന്നല്ല, ഈ മണ്ണിനടിയിൽ ഉണ്ടാവുന്ന കായ്കൾ ഉണ്ടാവില്ലേ, അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളും വാങ്ങുന്ന രീതിയിൽ പിന്നെ ഞാൻ എടുത്തിട്ടില്ല. അതെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോക്കാണ്. പിന്നെ പോകുമ്പോൾ സിസ്റ്റർ ഉണ്ടേനു, ഓള് ഇരിട്ടിയിൽ ഡ്രോപ്പ് ചെയ്ത് തന്നിന്. പിന്നെ തിരിച്ചു പോകുമ്പോൾ ഞങ്ങളൊരു ഓട്ടോന്നാണ് കേട്ടോ പോകുന്നുള്ളത്. വീട്ടിലെത്തിയപാട് നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ നാസ്ത കഴിക്കാൻ പറ്റിയിട്ടില്ല, തിരക്ക് പിടിച്ചിട്ട് പോകുന്നതുകൊണ്ട് തന്നെ. ഇത് പിന്നെ രാവിലെ ഹംദക്ക് ലഞ്ചിനേക്കുള്ള കപ്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ആക്കി വെച്ചാൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എപ്പോൾ വരിക എന്ന് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഉച്ചക്കേക്കുള്ള ആയല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വന്നപാട് കഴിക്കാൻ പറ്റി. അതിൻ്റെ കൂടെ ഞാൻ തൈരില്ലേ, അത് വേറെ ഒന്നും ഇട്ടിട്ടില്ല, ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് അത് എടുക്കുന്നുണ്ടേനു. പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ഒരു നാരങ്ങൻ്റെ അച്ചാർ, അതും എടുത്തിട്ട് ഇങ്ങനെ കഴിക്കലാന്നേ. ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം ഞാൻ ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കുകയെന്നൊക്കെ ചെയ്യുന്നത്. വേറെ പണിയൊന്നും ഇല്ലല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അന്ന് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അത്ര വരെ ഞാനന്ന് വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇത് പിന്നെ പിറ്റേ ദിവസം ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. അന്ന് ഹംദക്ക് ഉച്ച വരെ ക്ലാസ് ഉള്ളൂ. അപ്പോൾ ഓളെ ഒരു 2:30 2:45 ആ ഒരു ടൈമിൽ ഹംദനെ കൂട്ടാൻ വേണ്ടി ഇറങ്ങലാണ് വീട്ടിൽ. അതുവരെ നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ കറക്റ്റ് ഓളെ കൂട്ടാൻ പോകുന്ന ആ ഒരു ടൈമിൽ മഴ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ഭാഗ്യമായി. അല്ലെങ്കിലില്ലേ ഈ മഴ നനഞ്ഞിട്ട് പോക്ക് ഒരു വല്ലാത്ത ഇടങ്ങാറാണ്. അങ്ങനെ ഓളെ കൂട്ടി കൊണ്ടുവന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് ഓളൊപ്പം ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യം ഇങ്ങനെ ചോദിക്കും. സ്കൂളിലെ ഫ്രണ്ട്സ് വന്നിനാ, എന്തെല്ലാം പഠിച്ച, അങ്ങനെ ഇങ്ങനെയാണെന്നല്ല. ഇന്ന് കുറച്ച് കൂടുതൽ ടൈം കിട്ടി, ഉച്ചവരെ ആയതുകൊണ്ട്. അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ പിന്നെ വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം എല്ലാം ആകുമ്പോൾ ഇവർ നല്ല ടയേർഡാകും. അന്നേരം ആ ടൈമിൽ പിന്നെ കൂടുതൽ കാര്യമൊന്നും പറയില്ല. ഇന്ന് എല്ലാ കാര്യവും പറയുന്നുണ്ട് കേട്ടോ, ക്ലാസ്സിലെ കാര്യവും അങ്ങനെ. പിന്നെ ഞാൻ ഇത് തലേന്ന് വാങ്ങിയതാണ് കേട്ടോ ചോക്ലേറ്റ്. ഇത് അന്ന് കൊടുക്കാൻ പറ്റിയില്ല, അപ്പം ഞാനും ഹംദയും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കലാണ്. പിന്നെ ഇന്ന് ഞാൻ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ഹംദയ്ക്ക് ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കൊടുക്കുന്നു. നമുക്കിപ്പോൾ ഒരു ദിവസവും നമുക്ക് വീട്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ പറഞ്ഞാൽ നമുക്ക് ഒരു 40 രൂപ കൊടുത്തു വിടുകയാണെങ്കിൽ ക്യാൻറ്റീനിൽ സ്കൂളിൽ നിന്ന് ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണെന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് ആ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി നല്ല തന്നെയാണോ, ഇഷ്ടമായി, ഇനി ഫുഡ് കഴിച്ചിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞിനി. പക്ഷേ ഇനി എനിക്ക് ക്യാൻറ്റീൻ വേണ്ട, ഇനി ഉമ്മ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചാൽ മതി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഓളെ ബുക്സ് എല്ലാം തിരിച്ച് വീട്ടിലേക്ക് കൊടുത്തു വിടും. ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് ഫ്രൈഡേ ആണ് ബുക്സ് എല്ലാം വീട്ടിലേക്ക് കൊടുത്തു വിടുക. എല്ലാ ദിവസവും കൊടുത്തു വിടില്ല, ഇപ്പം എല്ലാ സ്കൂളും അങ്ങനെയാണ്.
പിന്നെ ശനിയാഴ്ച ദിവസം ഇവർക്ക് ക്ലാസ് വെക്കൂല. എന്താ പറയുക, LKG കുട്ടികളല്ലേ. അപ്പോൾ LKG UKG ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവില്ല. അങ്ങനെ ബാഗെല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നതാണ്. അതിലുള്ള ഡ്രസ്സ് ഉണ്ട്, ഞാനൊന്ന് എക്സ്ട്രാ വെക്കൂന്ന് പറഞ്ഞിട്ടില്ലേ, അതുണ്ടേനു. പിന്നെ ഒരു ടവല് ഇതേപോലെ, അതെന്തിനാന്ന് വെച്ചാൽ ഫുഡ് കൊടുക്കുമ്പോൾ നമുക്ക് വിരിച്ച് കൊടുക്കുക, പിരിച്ച് കൊടുത്തിട്ട് അങ്ങനെ എല്ലാം. ഇപ്പോൾ ചെറിയ കുട്ടികളല്ലേ, ഫുഡ് കഴിക്കുമ്പോൾ ടേബിൾമേലും നിലത്ത് വല്ലുമ്പോൾ അങ്ങനെയെല്ലാം ആവൂലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ടർക്കി പോലത്തെ തുണി കൊടുത്തയക്കണം. പിന്നെ ബുക്സെല്ലാം ഞാൻ ഓരോന്നോരോന്ന് എടുത്ത് നോക്കുന്നതാണ്, എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടോ എന്നെല്ലാം നോക്കാന്ന്. പിന്നെ അന്ന് ഞാൻ പശ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ സെറ്റായി നിന്നിന് കേട്ടോ. പക്ഷെ എന്നാലും സ്റ്റാപ്ലെയർ വെച്ച് അടിക്കണം തോന്നി. കുട്ടികളല്ലേ, എന്തായാലും അത് പറഞ്ഞു പോവും. പിന്നെ അങ്ങനെ കാര്യമായിട്ട് വലിയ ഹോംവർക്കൊന്നും ഇവർക്ക് ഉണ്ടാവില്ല. പിന്നെ തലേന്ന് വാങ്ങിയിട്ടില്ലേനോ, ഞാൻ പറഞ്ഞ പത്താസ് എന്ന് പറഞ്ഞിട്ടുള്ള അത് വേവിച്ചെടുത്തിയാണ് കേട്ടോ. ഉമ്മ വൈകുന്നേരം ചായക്കെല്ലാം കൂട്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണിത്. ഉം. ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇല്ലേ, ഈ തോല് പൊളിക്കലില്ലേ, അത് എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. എന്താ പറയുക, ഇതെല്ലാം ആകുമ്പോൾ പിന്നെയും ചെയ്യും. ഈ അതുപോലെ തന്നെ ഉമ്മാമയില്ലേ, അതെല്ലാം ആ, കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അത് ആരെങ്കിലും ഒന്ന് മുട്ടി തന്നിനെങ്കിലേ കഴിക്കും കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചെടുത്തുണ്ടാവും. അനാറെല്ലാം പിന്നെ ഇപ്പോൾ ഹംദക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ കൊടുക്കുന്നതുകൊണ്ട് പിന്നെയും ചെയ്യലുണ്ട്. അങ്ങനെ. ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് ഇപ്പോൾ ഇത് മാത്രമേ കഴിക്കുന്നുള്ളൂ. ഇതിനി വേറെ രീതിയിൽ എവിടെയെങ്കിലും ആക്കുമോയെന്നൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെയാണ് ആക്കൽ. വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കൽ. പിന്നെ കുറച്ച് ഉപ്പിടും അതിൽ. ഉമ്മ ഉപ്പിടലുണ്ട്. പിന്നെ ഇത് കഴിക്കുമ്പില്ലേ, കുറേ ഒന്നും കഴിക്കാൻ പറ്റില്ല. പെട്ടെന്ന് എന്താ പറയുക, ഈ നമുക്ക് തൊണ്ടയ്ക്ക് കുടുങ്ങുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവില്ലേ, അങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, എൻ്റെ റൂമിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് കേട്ടോ. ഫുള്ള് തുണിയാണ്. ഇനി അലമാരയിൽ ഇനി ഒരു തുണി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വിചാരിച്ച് അലമാര ഫുള്ളും കാലിയാവട്ടെ, എന്നിട്ട് എടുത്ത് വെക്കാന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് ഇട്ടതാണ്. ശരിക്കും ഇത് കാണുമ്പോൾ മടിയാന്ന് കേട്ടോ. നാളെ ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോന്നെയാണ്. ഇന്ന് ഏതായാലും ഇതിപ്പോൾ രാത്രിയായി. ഇന്ന് ഏതായാലും ഇത് തീർത്തിട്ട് കിടക്കാന്നുള്ള രീതിയിൽ ഞാൻ വന്നതാണ് കേട്ടോ മുകളിൽ. പിന്നെ ഇതിപ്പോൾ ക്ലീനാക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ഇതെല്ലാം ക്ലീനാക്കിയിട്ട് പിന്നെയും എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോൾ ഫുള്ള് വലിച്ചിടും കേട്ടോ. ഇത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ, ഈ അയലെന്ന് തുണി എടുക്കൂലേ, ഞാൻ എൻ്റെ ഡ്രസ്സെല്ലാം മുകളിൽ റൂമിൽ തന്നെയാണ് വെക്കുക. ഉമ്മാൻ്റെ താഴെ അലമാരയിൽ കൊണ്ടുപോയി വെക്കും. എൻ്റെ ഇവിടെ മടക്കിയിട്ട് ബെഡിൽ വെക്കും.
പിന്നെ എടുത്ത് വെക്കാന്നുള്ള രീതിയിൽ അങ്ങനെ മടക്കി വെച്ച തുണി ഇങ്ങനെ ഇങ്ങനെ ബെഡിലിട്ട് ഇട്ടിട്ടിട്ട് അങ്ങനെ കൂമ്പാരമായി കിടക്കുന്നതാണ്. അല്ലാണ്ട് ഇതെല്ലാം ഫുള്ള് ഞാൻ മടക്കി വെച്ച തുണി തന്നെയാണ്. പക്ഷെ പിന്നെ ഒരാവശ്യം വരുമ്പം ബെഡിൽ നിന്ന് തന്നെ ഇങ്ങനെ വലിച്ച് വാരി ഇടുന്നത് തന്നെയാണ് കേട്ടോ ഇത്. ഒന്നാമത് ഞാൻ മുകളിൽ നിൽക്കൽ വളരെ കുറവാണ്. പിന്നെ ആരെങ്കിലും താഴെ ഉണ്ടെങ്കിൽ ഉമ്മാൻ്റെ ഒന്നിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മുകളിൽ വന്ന് കിടക്കൂ. അന്നേരം ഫുള്ള് ക്ലീനാക്കി നീറ്റായിട്ട് വെക്കും കേട്ടോ. ആരും ഇല്ലെങ്കിൽ ഇതിങ്ങനെ ബെഡിലിടുകയാണ് ചെയ്യുക. പിന്നെ പിന്നെ ഇതിൽ നിന്ന് ആവശ്യമില്ലാത്തതെല്ലാം ഞാൻ കുറേ കളയുന്നുണ്ട് കേട്ടോ. അങ്ങനെയെങ്കിലും തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് മടക്കി വെക്കണ്ടല്ലോ എന്നുള്ള രീതിയിൽ പഴയ ഡ്രസ്സെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം ഞാൻ കളയാമെന്ന് വിചാരിച്ച്. ശരിക്കും ഇങ്ങനെ തുണി നിറഞ്ഞിട്ടാണ് ഈ റൂം ഭയങ്കര പയ്യാറ് പോലെ ഒരു അലങ്കോലമായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. ഇതെല്ലാം ഫുള്ള് ക്ലീനാക്കി കഴിഞ്ഞാലില്ലേ, വൃത്തിയാക്കി വെച്ചാലോ എന്താ പറയുക, എനിക്ക് തന്നെ കാണാൻ നല്ല രസമുണ്ട്. എപ്പോഴും ഇതേപോലെ വെക്കാന്നെല്ലാം വിചാരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു പരിപാടി വരുന്നില്ല, ചെറിയൊരു തുണി ഇങ്ങനെ എടുക്കുമ്പോഴേക്ക് ഫുള്ള് ഉണ്ടാവും ബെഡിലിങ്ങനെ വലിച്ചിട്ടിട്ട്. ആദ്യമൊന്നും എനിക്കിങ്ങനെ ഇല്ലേനു കേട്ടോ. ഇപ്പം അടുത്തായിട്ടാണ് ഇങ്ങനെ ആയിന്. ഒന്നാമത് ഞാനിവിടെ മേലെ കിടക്കാത്തത് കൊണ്ട് തന്നെ അങ്ങനെ വാരി വലിച്ചിടുന്നതാണ്. പിന്നെ ഇതിൽ കൂടുതലായിട്ട് മാക്സി ഡ്രസ്സസാണ് ഉണ്ടാവുക. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ അധികം അതുപോലുള്ള മാക്സി ഡ്രസ്സസാണ് വീട്ടിൽ നിന്ന് ഇടൽ. നൈറ്റി അങ്ങനെയെല്ലാം ആയിട്ട് അങ്ങനെ. എന്നെയും നോക്കി ഇങ്ങനെ വെയിറ്റ് ആക്കിയിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് കേട്ടോ, ലൂണ. ഇവനിങ്ങനെ ഞങ്ങളാരെങ്കിലും മുകളിൽ വന്നാലെല്ലാം ഇങ്ങനെ പുറത്തിങ്ങനെ ഞങ്ങളെ വെയിറ്റ് ആക്കി വെക്കും. അതെവിടെ ആയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ റൂമിലിരുന്നാലും റൂമിൻ്റെ പുറത്തിങ്ങനെ കിടന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരാളുള്ളതുകൊണ്ട് അത് ഒരു നല്ല തന്നെയാണ്. ഭയങ്കര സ്നേഹമാണ് കേട്ടോ എനിക്ക്. ഒന്നും ഉപദ്രവിക്കൂല. എത്ര ഹംദയിൽ എന്തെങ്കിലും ചെയ്താൽ തന്നെ ഒന്നും ഉപദ്രവിക്കൂല. പാവമാണ്. പിന്നെ ഇതാ അങ്ങനെ ഞാൻ കുറേ നേരം വീഡിയോ എല്ലാം ഓഫാക്കിയിട്ട് എല്ലാം മടക്കി വെച്ച്. വീഡിയോ എടുക്കാൻ നിന്നാൽ എന്തായാലും കൂടുതൽ ലേറ്റ് ആവുന്നതുകൊണ്ട് വീഡിയോ ഓഫാക്കിയിട്ട് ഞാനെല്ലാം ഇതാ മടക്കി സെറ്റാക്കിയിട്ട് ഇനി ഓരോ സ്ഥലത്ത് എടുത്ത് വെക്കലാണ്. അതിൻ്റേതായ സ്ഥലത്ത് പുതിയതൊരു ഭാഗം, പിന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന ഒന്ന്, പിന്നെ മാക്സി ഡ്രസ്സ്, അങ്ങനെയെല്ലാം ആയിട്ട് ഓരോന്നോരോ ഷെൽഫിലായിട്ട് ഇങ്ങനെ വെക്കലാണ്. അങ്ങനെ ഫൈനലായിട്ട് ഇതാ റൂമെല്ലാം ഏകദേശം നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ കാണാൻ നല്ല വൃത്തിയില്ലേ. ഇനി ചെറിയ അടിച്ചുവാരലും അങ്ങനെ പൊടി തട്ടലെല്ലാം ഉണ്ട്. അതെല്ലാം പിന്നെ ചെയ്യാട്ടോ, ഇന്ന് രാത്രിയായില്ലേ. പിന്നെ ഏതായാലും നടക്കൂല എന്നുള്ള രീതിയിൽ ഇത്രയും ചെയ്യുമ്പോഴേക്ക് തന്നെ നല്ല ടയേർഡായിന്. ഇപ്പം കാണുമ്പോൾ മനസ്സിലായി നല്ല വൃത്തിയാണ്. ചെയ്തു വെച്ചാലും നല്ല വൃത്തിയാണ്, പക്ഷെ ചെയ്യാനാണ് മടി. ഇന്നത്തെ ഒരു വ്ളോഗ് പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ താങ്ക് യു, ബൈ.